കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നേടേണ്ടത്. ഇപ്പോൾ നടൻ മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നടൻ മമ്മൂട്ടി തന്റെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനൊപ്പം ഭാര്യയും ഉണ്ട്. LDF സ്ഥാനാർത്ഥി പി രാജീവിനൊപ്പമാണ് മമ്മൂട്ടി. ഒപ്പം തന്നെ ഹൈബി ഈഡനുമുണ്ട്. ഇരുവർക്കുമൊപ്പമാണ് മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത് തന്റെ പോളിംഗ് ബൂത്തിൽ. പ്രമുഖരൊക്കെ തന്നെ തങ്ങളുടെ വോട്ട് അവകാശം നേടിക്കൊണ്ടിരിക്കുന്നു. വോട്ടുകൾ അവർ ചെയ്യാനായി തങ്ങളുടെ ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ നടൻ മോഹൻലാൽ രാവിലെ തന്നെ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. നടൻ മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വോട്ട് രേഖപ്പെടുത്താൻ നടൻ മമ്മൂട്ടി എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിനൊപ്പം LDF UDF സ്ഥാനാർത്ഥികളുമുണ്ട്. മമ്മൂട്ടി തന്റെ പത്നിക്കൊപ്പമാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത്. കൊച്ചിയിലാണ് മമ്മൂട്ടി വോട്ട് ചെയ്യാൻ എത്തിയത്. രാവിലെ മുതൽ തന്നെ പ്രമുഖരൊക്കെ തന്നെ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നടൻ മമ്മൂട്ടി പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും നേതാക്കളും ഒക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിയിലെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. കോടിയേരി ബാലകൃഷ്ണൻ വടകരയിലെ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വടകരയിൽ LDF സ്ഥാനാർത്ഥി P ജയരാജനും വോട്ട് രേഖപ്പെടുത്തി. പ്രമുഖർ ഒക്കെ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നടൻ മമ്മൂട്ടി ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് വോട്ട് രേഖപ്പെടുത്താൻ. നടൻ മോഹൻലാൽ തിരുവനന്തപുരത്തെ മുടവൻമുകൾ ബൂത്തിലാണ് എത്തിയത് വോട്ട് രേഖപ്പെടുത്താൻ. ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ക്യൂവിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ ക്യൂവിൽ നിന്ന് വോട്ടവകാശം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. നടൻ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ തന്നെ ക്യൂവിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ രാവിലെ തന്നെ എത്തി തങ്ങളുടെ ബൂത്തുകളിലേക്ക്. രാവിലെ വോട്ട് 7 മണിക്കാണ് വോട്ടിംഗ് തുടങ്ങിയത്. 7 മുതൽ വൈകിട്ട് 6 വരെയാണ്. വോട്ടിംഗ് തുടങ്ങിയ സമയത്ത് വോട്ടിംഗ് യന്ത്രങ്ങളിൽ പല മണ്ഡലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ചിലയിടത്ത് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു, ചിലയിടത്ത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇത്തരത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങളിലെ പ്രശ്നങ്ങൾ വലിയ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചിരുന്നു. അതിനുശേഷം കോവളം ചൊവ്വരയിൽ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് സംഭവിച്ചത്. കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ താമര ചിഹ്നം ആണ് കാണുന്നത് എന്ന പരാതി ഉയർന്നു. ഇതിനെ തുടർന്ന് ചൊവ്വരയിലെ വോട്ടിംഗ് നിർത്തിവെച്ചു ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ വോട്ടിംഗ് പുനരാരംഭിച്ചു. ഇപ്പോൾ നടൻ മമ്മൂട്ടി വോട്ട് ചെയ്യുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. സിബി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. സിബി, നടൻ മമ്മൂട്ടി വോട്ട് ചെയ്യാൻ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ. ഇപ്പോൾ എത്തിയിരിക്കുന്നത് സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ മമ്മൂട്ടിക്ക് കേൾക്കാം കൃത്യമായി കേൾക്കാം. നടൻ മമ്മൂട്ടി എത്തിയിരിക്കുകയാണ് വോട്ട് ചെയ്യാൻ. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പറയാം പുതിയ വിവരങ്ങൾ. നടൻ മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കൊപ്പമാണ് ഇപ്പോൾ ഈ പനമ്പള്ളി നഗറിലെ 105-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. നടൻ മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തു വന്നിരിക്കുകയാണ്.
LDF സ്ഥാനാർത്ഥി പി രാജീവ്, UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അവർ രണ്ടുപേരും അദ്ദേഹത്തിനെ വന്നപ്പോൾ മുതൽ സ്വീകരിച്ച് പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭാര്യയ്ക്കൊപ്പം എത്തിയാണ് മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നടൻ മമ്മൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാര്യയ്ക്കൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. അദ്ദേഹം പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രമുഖരൊക്കെ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ചിലർ രേഖപ്പെടുത്താനായി എത്തി നിൽക്കുന്നു ബൂത്തുകളിൽ. ഇനിയും ആളുകൾ എത്താനുണ്ട്. 7 മണിക്കാണ് വോട്ടിംഗ് ആരംഭിച്ചത്. 7 മണി തൊട്ട് തന്നെ വിവിധ എല്ലാ മണ്ഡലങ്ങളിലെയും വിവിധ ബൂത്തുകളിൽ നല്ല രീതിയിലുള്ള ഒരു തിരക്ക് കാണാൻ സാധിച്ചു. പ്രതീക്ഷ നൽകുന്ന തിരക്ക് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പോളിംഗ് ശതമാനത്തിലും മികച്ച രീതിയിലുള്ള മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. പാലക്കാടും ആലത്തൂരുമാണ് പോളിംഗ് ശതമാനം കൂടുതലുള്ളത്. ഇപ്പോൾ മമ്മൂട്ടി പ്രതികരിക്കുകയാണ്. മര്യാദക്കാർക്ക് രക്ഷയില്ലല്ലേ? നിങ്ങൾ എന്തിനാ ഇത്ര മര്യാദക്കാരാൻ പോയത്? ഡിസിപ്ലിനൊന്നും കാര്യമില്ല. ഞാൻ വോട്ട് ചെയ്യും. എല്ലാവരും വോട്ട് ചെയ്യണം. വോട്ട് നമ്മുടെ ഒരു അധികാരമാണ്, അവകാശമാണ്. നമ്മളെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ്. അതവരുടെ മേന്മയും അവരുടെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അവർ ഒരുപക്ഷെ പ്രതിനിധിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. ഈ രണ്ടുപേരും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പല സ്ഥാനാർത്ഥികളും ഈ പരസ്പരം മത്സരിക്കുന്നവർ ജയിച്ചു വരുമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ചിലപ്പോൾ അങ്ങനെ ചില സ്ഥലങ്ങളിലാണ്. എൻ്റെ കൂടെ പഠിച്ചവരുടെ സുഹൃത്തുക്കളുടെ സഹപ്രവർത്തകരുടെ പരിചയക്കാരുണ്ട്. പക്ഷെ എനിക്ക് ഒരു വോട്ടേ ഉള്ളൂ. അത് ഞാൻ ഒരാൾക്ക് ചെയ്യേണ്ടി വരും. അത് നമ്മളെല്ലാവരും ചെയ്യുന്നത് നമ്മുടെ ഏതെങ്കിലും കാരണങ്ങൾ, നമ്മുടെ എന്തെങ്കിലും തീരുമാനങ്ങൾ, നമ്മുടെ ഏതെങ്കിലും പ്രാധാന്യങ്ങൾ, മുൻഗണനകൾ ഒക്കെ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ വോട്ട് ചെയ്യാതിരിക്കരുത്. വോട്ട് ചെയ്യാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. വോട്ട് നമ്മുടെ അധികാരമാണ്, അവകാശമല്ല, അധികാരമാണ്. നമുക്ക് അധികാരം പ്രയോഗിക്കാൻ കിട്ടുന്ന ഏക അവസരമാണ്. എല്ലാവരും അത് വളരെ ആത്മാർത്ഥത്തോട് കൃത്യമായി പാലിക്കുക. നമസ്കാരം. നടൻ മമ്മൂട്ടി വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. വോട്ട് എല്ലാവരും ചെയ്യണം. വോട്ട് ചെയ്യുന്നത് അധികാരമാണ് നമ്മുടെ, അത് നഷ്ടപ്പെടുത്തരുത്, ആത്മാർത്ഥമായത് ചെയ്യണമെന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. എല്ലാ പ്രമുഖരും വോട്ട് രേഖപ്പെടുത്താനായി അവരുടെ ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നടൻ മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ